ഹായ് ഹലോ ഗുഡ് മോർണിംഗ് മോളൂസിൻ്റെ ഒരു പുതിയ ഹാപ്പി വീഡിയോ ഇട്ടിട്ട് അവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമത്തിൽ, നമ്മുടെ ഈ ഉപ്പുതറ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ വലിയൊരു സംരംഭം തുടങ്ങിയാണ് നമ്മുടെ ഈ ഉപ്പുതറക്കാരൻ തന്നെയായ ഒരു വ്യക്തി കേട്ടോ. അലക്സ് എന്നാണ് ആളുടെ പേര്. എന്താ പറയുന്നത്, ഒത്തിരിയും സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് CA ഇപ്പോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL-ന്റെ ഒരു വലിയ കോർഡിനേറ്ററാണ്. വലിയൊരു സ്ഥാനത്ത് തന്നെ IPL-ന്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കോർഡിനേറ്ററാണ് ആള്. ഒരു സംരംഭം തുടങ്ങാനായിട്ട് തന്നെ പ്ലാൻ ഇട്ടതെന്ന് വെച്ചാൽ കുറേ അധികം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മനസ്സിനുടമയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ സന്തോഷിന്റെ ഇടയുടെ തൊട്ടടുത്താണ് കേട്ടോ ഈ സംരംഭം തുടങ്ങുന്നത്. ചാൻഡീസ് റെസ്റ്റോറൻറ്റ് ആണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് മുതൽ തുടങ്ങി സന്തോഷോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്തോഷ് ചേട്ടാ പെങ്ങളോട് വരണം, ചേച്ചിയോട് വരണമെന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, ഒത്തിരി ബഹുമാനമൊക്കെ തോന്നി. പിന്നെ ഞാൻ ഇന്നലെയൊക്കെ അതിനെ കടന്നു പോയപ്പോൾ ഞാൻ മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ട്. ആ പഴയ ഒരു കെട്ടിടം അവിടെ ഇരുന്ന് ആ ഒരു കെട്ടിടം നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊക്കെ അടിച്ച് വളർന്ന ആ കെട്ടിടത്തിനകത്തൂടെയൊക്കെ കയറി ചാടി മറിഞ്ഞിട്ടുള്ള കാരണം ആ കെട്ടിടത്തിൻ്റെ തൊട്ട് പുറകിൽ തുടങ്ങി നമ്മുടെ അമ്മമാരുടെ വീട്. അത് കേട്ടോ, രാജഭവൻ ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലത്തെ വീട് തുടങ്ങി നമ്മുടെ വീടുകളായിരുന്നു. അപ്പം ഈ കെട്ടിടത്തിലും ഓടിച്ചാടി മറിഞ്ഞ് അതിന് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റെയർ കേസ്, ഈ തടിയുടെ അങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളൊരു കെട്ടിടമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ആ കെട്ടിടമാണെന്ന് പോലും പറയില്ല, നല്ല ഭംഗിയാക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ച്, ഒത്തിരി പ്രതീക്ഷയോടെ സ്വന്തം നാട്ടിൽ എന്താ പറയുന്നത്, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കഷ്ടതയിലൂടെയും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ലൊരു ലെവലെത്തിയ ഒരു വ്യക്തിയാണ് കേട്ടോ അലക്സ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആള് മറ്റൊരു 10 പേർക്ക് കൂടി കഴിഞ്ഞും ജോലി കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ കുഞ്ഞ് എന്നാൽ പോട്ടെ നമുക്ക് കോട്ടയത്ത് പോയിടാം, എവിടേക്കാണെങ്കിൽ കൂടുതൽ കച്ചവടം കിട്ടും, അങ്ങനെയൊക്കെ ഒന്നും വിചാരിക്കേണ്ട. സ്വന്തം നാട്ടിൽ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം സ്വന്തം നാട്ടുകാർക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്വന്തം നാട്ടുകാർക്ക് ഒത്തിരി കഴിക്കാത്ത പുതിയ പുതിയ വിഭവങ്ങൾ കൊടുക്കാൻ പറ്റണം എന്നൊക്കെയുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയേക്കുന്ന ഒരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിട്ട് നമുക്ക് ഒരു ചെറിയ ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ക്ഷണമല്ല, വലിയ ക്ഷണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു, നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണം, ചെല്ലണമെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞ് സന്തോഷമുണ്ട്. ഒരു മാസം മുമ്പേ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പോകണ്ടേ? അപ്പം ഞാൻ പോകാനായിട്ട് സെറ്റായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോകാം. സാധാരണ ഞാൻ പുതിയ ഏതെങ്കിലും ഒരു കടയിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും ഒന്നേ എൻ്റെ കൂടെ ചേട്ടായി കാണും, ഇതല്ലേ അമ്മുവും വിഷ്ണുവും കാണും, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ സന്തോഷിൻ്റെ ചിപ്പിങ്കിച്ചു ആരിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ. അതിൻ്റേതായ ഒരു ഇതുണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഉപ്പ് തറയല്ലേ അല്ലേ. അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ അവിടെ ചെല്ലുമ്പോൾ കിട്ടും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം. അപ്പം പ്രസിഡന്റിനെ നമ്മുടെ വീഡിയോയിലൂടെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഉപ്പുതറക്കാരെല്ലാവരും ഇറങ്ങി, പിന്നെ കുറേ വിശിഷ്ട വ്യക്തികളും അതൊക്കെ കാണും. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു മെഗാ ഷോയും കൂടെ ഉണ്ട് കേട്ടോ, ഗാനമേളയും മെഗാ ഷോയും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും പറ്റുന്ന കാര്യത്തിലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഉള്ള വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ട് വരാം. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അനു സിത്താരയാണ് കേട്ടോ, ചലച്ചിത്ര താരം അനു സിത്താരയാണ്. അപ്പോൾ ആളെ നേരിൽ കാണാൻ പറ്റുന്നതിൻ്റെ ഒക്കെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും പോയിട്ടൊക്കെ വരാം അല്ലേ. എനിക്ക് എന്നാ പറയേണ്ടത് സത്യത്തിൽ അറിയത്തില്ല കേട്ടോ, സന്തോഷം കൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. എന്നെക്കൊണ്ട് ആകുന്ന മാതിരിയുള്ള കവർ ചെയ്ത് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ അലക്സും അനുവും ഫാമിലിയും കൂടെ നമുക്കായിട്ട് ഉപ്പുതറയിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരുക്കിയിരിക്കുന്ന ചാൻഡീസ് ബെസ്റ്റ് ഇൻ ടൗൺ ഉപ്പുതറയിലേക്ക് കേട്ടോ. അപ്പം അടിപൊളിയാണ്. നമുക്ക് ഇവരാണ്
ഫാമിലിയാണ് കേട്ടോ, ക്യൂട്ട് ഫാമിലി. അലക്സും അനുവും അതുപോലെ തന്നെ മോളും, ഒരു കുഞ്ഞു മോനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓടി വന്ന് ഷെയ്ക്കാണ്ടൊക്കെ തന്ന് പിന്നെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതിനിടയിൽ ശരിക്കും ബഹുമാനം തോന്നി കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ ആ തിരക്കിനിടയിലും ഓടി വന്ന് ഷെയ്ക്കാണ്ടൊക്കെ തന്ന് ആ മോള് കേട്ടോ, തിരുവല്ലക്കാരിയാണ് അനുവിൻ്റെ ഒരു വിജയം എന്ന് തന്നെ വേണം ഇത് പറയാനായിട്ട്. എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. കാരണം നമ്മുടെ ഈ നാട്ടിൽ ഈ ചെറിയൊരു ഗ്രാമമല്ലേ ഉപ്പുതറയിൽ വന്ന് എന്നാ പറയുക, നാട്ടുമ്പുറത്ത് ജീവിച്ച ഒരു പെൺകുട്ടി ഈ ഉപ്പുതറയിൽ വന്നിട്ട് എന്നാൽ രണ്ടുപേർക്കും ഗൾഫ് തലങ്ങളിൽ ജോലിയുണ്ട്, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം, അങ്ങനെയാണ് ഒട്ടുമിക്ക കാര്യങ്ങളും കാണുന്നത്. നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത് അവിടെ ആരോ പ്രസംഗിക്കുകയും ചെയ്യുന്നത് കേട്ടായിരുന്നു കേട്ടോ. ഈ കാട് അരുൺ പൊടിയോറ സാറാണെന്ന് തോന്നുന്നു, അഡ്വക്കേറ്റ്. ഈ കാടും മലയൊന്നും വേണ്ട, നമുക്ക് നല്ല നാട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ എനിക്ക് ഒത്തിരി ബഹുമാനവും സ്നേഹവും തോന്നി അനു എന്ന് പറഞ്ഞ ആ പൊന്നു മോളോട് കേട്ടോ. സിത്താര മേഡം വന്നിട്ടുണ്ട്. സിത്താര മേഡം വന്നിരിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കറുത്ത എന്നാ അതിന് പറയുന്നത്, ബ്ലാക്ക് ക്യാറ്റോ അങ്ങനെ വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 3-4 പേര് റെഡിയായിട്ട് അവിടെ നിൽപ്പോട്ട് പിള്ളേർ തകൃതിയായിട്ട് ഇതൊക്കെ കുട്ടിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അലക്സ്. എൻ്റെ മോനെ ഒരു ജാടയില്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്തെങ്കിലും ഒരു നമ്മുടെ ഉപ്പറത്തിനായിക്കോട്ടെ ചെറിയൊരു സംരംഭമൊക്കെ തുടങ്ങുന്നവർ വരെ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എന്തൊരു ജാടയും വാർത്തയും വെള്ളം പിന്നെ കണ്ടാൽ അറിയത്തില്ലാത്ത മുടക്കൊക്കെ ആയിരിക്കും. പക്ഷേ എത്ര എളിമയായിട്ട് വരുന്ന എല്ലാ മനുഷ്യരോടും പോയി സംസാരിക്കാനും ഇടപെടാനും എനിക്ക് ഒത്തിരി എളിമത തോന്നി കേട്ടോ. അതാണ് ആ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് തോന്നുന്നു. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ജെയിംസ് ചേട്ടനും എല്ലാവരും പഞ്ചായത്തിന്റെ ആൾക്കാരൊക്കെയാണ് കേട്ടോ, സാവുചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ എന്നെ കണ്ടിട്ട് പഞ്ചായത്ത് എവിടെ ചെന്നാലും ഉണ്ടോ എന്നുള്ള രീതിയിലാണ് കൈയൊക്കെ പുകയെ കാണിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനുണ്ട്, എവിടെ ചെന്നാലും ഞാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് എന്നാ പറയുന്നത്, ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു ബഹുമാനവും ഒരു ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് ഒത്തിരി നല്ലൊരു കാര്യമല്ലേ. അത്രയും അറിവുള്ളവരുടെ കൂടെ നമുക്കും എന്നാ പറയുന്നത് ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, ആൾ പൊളിയാണ്. പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേ തലത്തിൽ കണ്ട്, അല്ലാതെ ജാതി മതവും രാഷ്ട്രീയവും അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും മനുഷ്യര് എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കേട്ടോ. അപ്പം പിള്ളേര് സിത്താരമേളം വരുന്നതിൻ്റെ ആയിരിക്കും ഭയങ്കര തകൃതിയായിട്ട് നിന്ന് കൊട്ടുവാണ് കേട്ടോ. കണ്ടോ, സാധാ ഒരു മനുഷ്യനെ പോലെ കൂളായിട്ട് വന്ന് ഇന്നെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ അലക്സ്. പിന്നെ ഞാൻ ഏറ്റവും മുകളിൽ കയറിപ്പോയി കേട്ടോ. കയറിപ്പോയിട്ട് അവിടെ ആകുമ്പോൾ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനോ തോന്നോ. ജെയിംസ് മെമ്പർ കണ്ടോ, ആ സിന്ധു അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു, നീ അങ്ങോട്ട് ചെല്ലത്തും പറഞ്ഞുകൊണ്ട് ജെയിംസ് മെമ്പർ കയറ്റി വിടും. അതിന് എൻ്റെ പെണ്ണുപിള്ള വരുന്നുണ്ട്, നോക്കിക്കോളാൻ. ഞാൻ എന്തായാലും കൊള്ളാം. അപ്പം മുമ്പേ നോക്കി കുറച്ച് ആളുകളായിരുന്നു. ഞാൻ 4:30 ആയപ്പോൾ ചെന്ന് കേട്ടോ. അപ്പം കുറച്ച് ആളുകളായിരുന്നു. 5 മണിക്കാണ് നേരം വരും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 5:30 കഴിഞ്ഞു കേട്ടോ ആളെത്തിയപ്പോൾ. അപ്പോൾ അതിന് മുമ്പ് ഉള്ള ഒരു ഇതാണിത്. അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, ഭയങ്കര പൊളി വൈബ് തന്നെ. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ എല്ലാ എന്നാ പറയുന്നത് നോർത്ത് ഇന്ത്യനും ചൈനീസും ഒക്കെ ഉള്ള എല്ലാ രുചികരമായിട്ടുള്ള ഫുഡും എല്ലാ പേരൻസും മക്കളും എല്ലാവരും കഴിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അലക്സ് ഇത് തുടങ്ങിയേക്കുന്നത്. പറയാതിരിക്കാൻ മേല. അലക്സിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ച് ഏതെങ്കിലും പുറം രാജ്യങ്ങളിൽ പോലും നല്ല രീതിയിൽ തുടങ്ങാമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല, ആള് ഒത്തിരി നല്ലൊരു മനസ്സിനുടമയായതുകൊണ്ടാണ് കേട്ടോ. ആള് മാത്രമല്ല, ഞാൻ എപ്പോഴും എടുത്തു പറയുന്നു ആളുടെ വൈഫ് അനുവിൻ്റെ ഒരു പറയാതിരിക്കാൻ മേല, എനിക്കത് എടുത്തു പറയണം തോന്നി. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും ഇതൊരു കുഞ്ഞു ഗ്രാമം, ഇവിടെയാണോ ഒന്നാമത്തെ കാര്യം. നമ്മൾ എപ്പോഴും അൽഫാമും ബർഗറും ഒക്കെ ഇപ്പോഴാണ് ഈ ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ ഉപ്പുതറയിലൊക്കെ തുടങ്ങിയിട്ട്. അത്ര ഒരു ചെറിയ കുഗ്രാമം ആയിരുന്നു. പക്ഷെ നമ്മുടെ ഉപ്പുതറ ഇപ്പം നല്ല രീതിയിൽ ഓരോ ദിവസവും പടിപടിയായിട്ട് വികസനത്തിന്റെ പാത മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അവരുടെ ക്യൂട്ട് കുടുംബം. ആ നീല ചുരിദാർ ഇട്ടതാണ് അമ്മ, ലൈറ്റ് ആകാശ നീല, അലക്സിന്റെ അമ്മ. ഇത് അലക്സിന്റെ ഒരു ചുന്ദരി പൊന്നു മോള് മറിയം എന്നാണ് പേര്. അവള് ഞാനോട് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ വഴിയെ ഇടുന്നതായിരിക്കും. ഭയങ്കര ക്യൂട്ട് ബേബി ആയിരുന്നു. എൻ്റെ അടുത്ത് തന്നെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ്. അലക്സിന്റെ അമ്മയാണെങ്കിൽ എൻ്റെ ബിഗ് ഫാനാണെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ ആദ്യ വീഡിയോ മുതൽ കാണുന്ന വ്യക്തിയാണ്.
പക്ഷേ ഈ ഉപ്പേറ എന്ന് പറഞ്ഞാൽ ഈത്തക്കാനം എന്ന് പറഞ്ഞാൽ ഇച്ചിരി അപ്പുറത്തോട്ട് മാറിയാണ്, ടൗണിലല്ല. പക്ഷേ ഞാൻ ഇവരൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ സംസാരിച്ചിട്ടും ഒന്നുമില്ലായിരുന്നു കേട്ടോ. പരിചയപ്പെടുവോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അലക്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മോളെ കണ്ടു, അനുവിനെയും കണ്ടിട്ടുണ്ട്. മിക്കവാറും പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ ടൗണിൽ വന്നോ അങ്ങനെ എവിടുന്നേലും ഒക്കെ ആയിരിക്കാം. ഇതാണ് അനു, വയലറ്റ് സാരി. അപ്പം മോളെയും കണ്ടിട്ടുണ്ട്, അലക്സിനെയും കണ്ടിട്ടുണ്ട്, അലക്സിൻ്റെ അമ്മേനെയും കണ്ടു. പക്ഷേ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒന്നും പറയാനില്ല. എന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ അടുത്ത് വന്ന് കസാര ഇട്ടിരുന്ന് വർത്താനവും പറഞ്ഞ് അലക്സിൻ്റെ അമ്മ കേട്ടോ ഭയങ്കര ഒരു സ്നേഹനിധിയായ ഒരു അമ്മ. ആ അമ്മയും ആ മക്കൾക്ക് ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേ ഒരുപാട് പാരമ്പര്യമുണ്ട് പറയുവാനായിട്ട്. 1950 നമ്മുടെ അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ ഇവിടേക്ക് എത്തിച്ചേരുകയും ഈ സ്ഥലം അദ്ദേഹം വാങ്ങുകയും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. പിന്നീട് 1979 കാലഘട്ടങ്ങളിൽ വിവിധ വ്യക്തികളിലേക്ക് ഇത് കൈമാറിപ്പോയെങ്കിലും ഇന്ന് അലക്സ് അത് വീണ്ടും സ്വന്തമാക്കി ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേയുമായി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. നമ്മളെല്ലാവരും വൈവിധ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഭക്ഷണത്തിന്റെ മെനു തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ്. ഒരു നീണ്ട നിര തന്നെയാണ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള എല്ലാ ഐറ്റംസ്, മീൽസ്, ബിരിയാണി, തന്തൂർ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കുഴിമന്തി, അൽഫാം, ബർഗർ, അങ്ങനെ ഭക്ഷണത്തിന്റെ ഒരു നീണ്ട മെനു തന്നെയാണ് ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ചിന്തിക്കുന്ന കാര്യമാണ് നല്ല ഇരിപ്പിടങ്ങൾ, AC, നോൺ AC, അതും 1-2 ആളുകൾക്കല്ല, നമുക്കൊരു ബൾക്കായിട്ട് ചാണ്ടീസിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളുമായിട്ട് എത്തുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫീഡിംഗ് റൂം, ഏറ്റവും മികച്ച പാർക്കിംഗ് സൗകര്യം. ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഭക്ഷണത്തിന്റെ നിര പറഞ്ഞു, ഇവിടുത്തെ സൗകര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്വാൻസ്ഡ് കിച്ചൺ. മറ്റൊരു സവിശേഷത, ഈ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരും അതുപോലെ തന്നെ പ്രത്യേകതയുള്ളവരാണ്. ഡൽഹിയിൽ നിന്നും, ഡെറാഡൂണിൽ നിന്നും, ഉത്തരാഖണ്ഡിൽ നിന്നും, നോർത്ത് ഇന്ത്യൻ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള 5 സ്റ്റാർ നിലവാരത്തിലുള്ള ഹോട്ടലുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഷെഫുമാരാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്കിത് പറയുന്നത് കംപ്ലീറ്റ് സന്തോഷമാണ്. കാരണം ഒരു ബെസ്റ്റ് പാക്കേജ് ആയിട്ടാണ് ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേ എത്തിയിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച ഒരു പേരുണ്ട്, അലക്സ്. അലക്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഹായ് അലക്സ്. ആൻഡ് ആദ്യം തന്നെ ഞാൻ താങ്ക്സ് എന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ. അത് വാചകം സൂചിപ്പിക്കുന്നത് പോലെ വി ബിലീവ് ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ഇൻ ടൗൺ. സോ അലക്സിന്റെ സന്തോഷം നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അദ്ദേഹം സ്വാഗതവും ആശംസിക്കുന്നതായിരിക്കും. ആദ്യമായി നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക്, ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ ഒരു കാര്യം ഉപ്പുതറയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച്. എങ്കിലും ദൈവാനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടിട്ടാണ് നമ്മൾ ഒരു ചാണ്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആൻഡ് കഫേ ഉപ്പുതറയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവസരത്തിൽ ഉപ്പുതറയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വളരെ നന്നായിട്ടായിരുന്നു. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക്, ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനേക്കാട്ടിലും വലിയ കാര്യം ആളുകളുടെ ഒരു വലിയ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നിങ്ങൾ തന്നതിന് ആദ്യമായി തന്നെ നന്ദി പറയുന്നു. ആ സപ്പോർട്ട് കൊണ്ടാണ് ഉപ്പുതറയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം എല്ലാവർക്കും വേണ്ടിയിട്ട് തുറക്കുക എന്ന ഒരു ചിന്തയിലേക്ക് എത്തിയത്. ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരെയും ആദ്യമായി തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതുമാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജെയിംസ് കെ ജേക്കബാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക്, ഉദ്ഘാടന യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി വലിയ മഹനീയ സാന്നിധ്യത്തോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥികളെ
സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി പി ജോൺ, അദ്ദേഹം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടൗൺ വാർഡിന്റെ മെമ്പർ ശ്രീ ജെയിംസ് തോക്കമ്പേൽ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീമതി റോസമ്മ ഫ്രാൻസിസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി റോസമ്മ ഫ്രാൻസിസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സി പി മുത്തുവാങ്കുഴിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ സി പി മുത്തുവാങ്കുഴിയിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബിജു എബ്രഹാം പടലിങ്കൽ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ കലേഷ് കുമാർ CPIM ലോക്കൽ സെക്രട്ടറിയാണ്, ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി. ശ്രീ കലേഷ് കുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാൽ വെട്ടിക്കാട്ടിൽ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാലിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK രാജപ്പൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റ് ലയൺസ് ക്ലബ്ബ് ശ്രീ സജൻ കറിയ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇവരെല്ലാമാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഉദ്ഘാടകയായിട്ടുള്ള അനുസിതാര ഇവിടെ എത്തിച്ചേരും. ഓൺ ദ വേ ആണ്, വാഗമണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്, ആശുപത്രിപ്പടിയോളം അടുത്തെത്തി എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ അവർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഉപ്പുതറയിലേക്ക് അനുസിതാരയെ വളരെ ഹൃദയാരവപൂർവ്വം എല്ലാവർക്കുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായി ഇതിനൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മുമ്പിലേക്ക് പ്രതീക്ഷിക്കുന്നു. കാരണം ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും ഒരുപോലെ തന്നെ ഈ പേസിൽ വയ്ക്കുമെന്ന് അറിയത്തില്ല. എങ്കിലും അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യുവാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു ടീമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ തുടക്കം തൊട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് സപ്പോർട്ടും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ രണ്ടാമത് പറയുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനെക്കാട്ടിൽ ഒരു കൈത്താങ് ചെയ്യാനായിട്ട് ആലോചിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതില് പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഉപ്പുതറയില് എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും ചൈനീസ് വിഭവങ്ങളും ബാക്കിയുള്ള, അതായത് ഉപ്പുതറക്കാർക്ക് എന്തുകൊണ്ട് ഇതൊക്കെ അന്യമായിരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമുക്ക് എല്ലാം നൽകുന്ന ഒരു റെസ്റ്റോറന്റ്, മിതമായ വിലയ്ക്ക് എല്ലാം നൽകുന്ന ഒരു റെസ്റ്റോറന്റ് എന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുവാനായിട്ട് ആലോചിച്ചത്. അപ്പോ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ചെറുതായിട്ട് ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കാണുമ്പോൾ, ഇത് നമുക്കൊക്കെ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ് ആണോ എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, എല്ലാവർക്കും പറ്റുന്ന റെസ്റ്റോറന്റ് ആണ്. ഇവിടെ നിലവിൽ ബാക്കിയുള്ള റെസ്റ്റോറന്റുകളിൽ നൽകുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഉപ്പുതറയിലെ ആളുകൾക്കും ഹൈറേഞ്ചിലെ ആളുകൾക്കും ഏത് സമയത്തും എപ്പോഴും വന്നാൽ, നമ്മുടെ വർക്കിംഗ് ടൈം രാവിലെ 8 മണി മുതൽ രാത്രി 11:30 വരെയാണ്. ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും അവൈലബിൾ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മുടെ 80% മെനു ഇന്ന് റെഡി ആയിട്ടുണ്ട്. നാളെ മുതൽ 100% മെനുവും അതിൽ മെനുവിലുള്ള സംഗതികൾ എന്ത് ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ അവതാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരോ രുചിഭേദങ്ങളും അത് തനതായ രുചിയിൽ ഇവിടെ അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടിട്ട് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ, ദെറാദൂണിൽ നിന്നും ഡൽഹിയിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ഷെഫുമാരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും ഷെഫുമാരാണ്, അങ്ങനത്തെ ഷെഫുമാരല്ല. 5 സ്റ്റാറിലും 4 സ്റ്റാറിലും ഒക്കെ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഹോളിഡേ പഞ്ചാബിലും റാഡിസണും ഒക്കെ പോലെയുള്ള വലിയ റെസ്റ്റോറൻറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഷെഫുമാരെ അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പം അതിലൊരു പ്രശ്നം വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മെനുവിൽ വിലയിടുമ്പം അവർ ഞെട്ടും. ഇപ്പോൾ പല കാര്യങ്ങളും ഷെഫുമാരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ മെനുവിൽ വിലയിടുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു വിലയെ ഇതിൽ എല്ലാ മെനുവിലുള്ള ഐറ്റംസിനും ചാർജ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഒരു വിലയെ നമ്മൾ ഇതിൽ ചാർജ് ചെയ്യുന്നുള്ളൂ.
ഇപ്പോൾ ഈ ഒരു അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് ആർക്കും വേണ്ട, അങ്ങനെ ഒരു ചിന്ത വേണ്ട. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ചിന്ത എ സിയിലും നോൺ എ സിയിലും വേറെ പൈസയാണോ എന്നുള്ളതാണ്. അല്ല, എ സിയിലും നോൺ എ സിയിലും ഒരേ പൈസ തന്നെയാണ്. എ സിക്ക് വേറെ ചാർജുകളൊന്നുമില്ല. സാധാരണ റെസ്റ്റോറൻറ്റുകൾ പോലെ തന്നെ എ സിയിൽ വന്നിരിക്കുന്നവർക്ക് ഒരു ചാർജും നോൺ എ സിയിൽ വന്നിരിക്കുന്നവർക്ക് മറ്റൊരു ചാർജൊന്നുമില്ല. ആദ്യം വരുന്നവർ എ സിയിൽ. മുകളിലുള്ളത് ഒരു തനതായ അറയും നിറയുമുള്ള ഒരു പഴയ തറവാടായിരുന്നു. അതിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിട്ടാണ് ഒരു 30 സീറ്റ് മുകളിലും 45 സീറ്റ് താഴെയുമായിട്ട് 75 സീറ്റിന്റെ ഒരു ഡൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപ്പുതറയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതിന് ഇങ്ങനെ ഒരു യോഗത്തിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരുന്ന ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ്. ഇനി മൈക്ക് ഞാൻ അവതാരികയ്ക്ക് കൈമാറുന്നു ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക്. 70 സീറ്റിന്റെ ഡൈനിങ്, ഗംഭീരമായ ഒരു റെസ്റ്റോറന്റ് ആംബിയൻസ്, എ സി നോൺ എ സി, പ്രത്യേക ചാർജുകളൊന്നുമില്ല. 100% മെനു കാർഡിൽ നമ്മൾ കാണുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഏറ്റവും മികച്ച ഷെഫുമാരെ തന്നെ നമുക്ക് സമ്മാനിക്കുന്നു. അലക്സ് വലിയൊരു പ്രോമിസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ എല്ലാവരുടെയും ഒരു ടെൻഷനാണ് ഒരുപാട് പൈസ ആകുമോ എന്നുള്ളത്. ഇവിടെ അതുമില്ല. എല്ലാ റെസ്റ്റോറന്റിലെയും പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചാർജ് ചെയ്യുന്നതെന്ന് അലക്സ് നമ്മുടെ ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ റെസ്റ്റോറന്റ് ആൻഡ് കഫേയുടെ ഓണർ തന്നെ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അലക്സിനും ഫാമിലിക്കും ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിഷസ് ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ. നമുക്ക് എല്ലാവർക്കും ഒരു കയ്യടി ആശംസയായിട്ട് നൽകാം. തീർച്ചയായും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരെ നൽകുന്ന കയ്യടി അലക്സിനും ഫാമിലിക്കും തുടർന്നുള്ള പിന്തുണയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമ്മളെല്ലാരും അനുസിത്തറയുടെ വരവ് കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തകൃതിയായിട്ട് അടിച്ചു ഒക്കെ നിൽക്കുന്നു. എല്ലാവരും ആൾക്കാർ ഇഷ്ടം പോലെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, കൂട്ടത്തിൽ ആ വെല്ലോട്ടിനോട് ഇടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അതുകൊണ്ട് തന്നെ ഉപ്പുതറ വാഗമണ്ണൊക്കെ വരുന്നവരെ കൃത്യമായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വരിക.